നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കുട്ടനാട്ടിൽ ജീവനൊടുക്കിയ നെൽകർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിന് സഹായ വാഗ്ദാനം നൽകി ഒരു അജ്ഞാതൻ. ജപ്തി നോട്ടീസ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വാഗ്ദാനം എത്തിയത്. 2 മാസം മുൻപാണ് തകഴി കുന്നുമൻ സ്വദേശിയായ കർഷകൻ KG പ്രസാദ് ആത്മഹത്യ ചെയ്തത്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുംബൈ മലയാളിയാണ് കുടുംബത്തിന് സഹായനിധിയുമായി എത്തിയിരിക്കുന്നത്. ജപ്തി ഒഴിവാക്കാനുള്ള കുടിശ്ശിക അടയ്ക്കാനുള്ള മുഴുവൻ തുകയും കൈമാറുകയും ചെയ്തു. പേര് വെളിപ്പെടുത്തണ്ട എന്നും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമായി കരുതിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടാണ് മുംബൈ മലയാളി പണം കൈമാറിയത്. അടിയന്തരമായി 17,600 രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടിയിരുന്നത്. തുക ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സഹായിച്ച വ്യക്തിക്ക് നന്ദിയുണ്ടെന്നുമാണ് പ്രസാദിന്റെ ഭാര്യ ഓമന പറഞ്ഞത്. 17,600 രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടിയിരുന്നത്. കടങ്ങൾ കൊടുക്കുന്നതും ആളുകൾ സഹായിക്കുന്നത് കൊണ്ടാണെന്നും ഇതുവരെ സർക്കാരിൽ നിന്നും സഹായമൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഇനിയും 5 ലക്ഷം രൂപയോളം കടം പെട്ടെന്ന് അടച്ചു തീർക്കേണ്ടതാണെന്നും ഓമന പറഞ്ഞു. പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പ കുടിശ്ശികയായതിനാൽ അതിന്റെ പേരിലാണ് ജപ്തി നോട്ടീസ് ലഭിച്ചത്. പ്രസാദിന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യുമെന്ന് അറിയിച്ചാണ് നോട്ടീസ് വന്നത്. കൃഷി ഇറക്കാൻ ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രസാദ് ജീവനൊടുക്കിയത്. സംഭവം വിവാദമായതോടെ പ്രസാദിന്റെ കുടുംബത്തിന് വാഗ്ദാനങ്ങളുമായി മന്ത്രിമാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും എത്തുകയും ചെയ്തിരുന്നു. വന്നവരെല്ലാം വാഗ്ദാനങ്ങൾ നൽകി മടങ്ങി എന്നല്ലാതെ യാതൊരുവിധ ഗുണവും ഉണ്ടായില്ല. എന്നാൽ ഈ 2 മാസത്തിനുള്ളിൽ പ്രസാദിനെ വീട്ടുകാരെ തേടിയെത്തിയത് ആകെയുള്ള കിടപ്പാടവും ജപ്തി ചെയ്യുമെന്ന നോട്ടീസ് മാത്രമായിരുന്നു. പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും 2022 ഓഗസ്റ്റിൽ 60,000 രൂപ സ്വയം തൊഴിലിന് വായ്പ എടുത്തിരുന്നു. 15,000 രൂപയോളം തിരിച്ചടച്ചു. 11 മാസമായി തിരിച്ചടവ് മുടങ്ങി. കുടിശ്ശികയായ 17,600 രൂപ 5 ദിവസത്തിനുള്ളിൽ അടച്ചില്ല എങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്ന് നോട്ടീസിൽ പറഞ്ഞിരുന്നു. പാട്ടത്തിനടുത്ത് 3.5 ഏക്കറിൽ വളമിടാൻ 1.5 ലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബർ 11 പ്രസാദ് കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് ഓമന തൊഴിലുറപ്പ് ജോലികൾ ചെയ്തിരുന്നു. അതിനിടെ പ്രസാദിന്റെ വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് അയച്ച സംഭവത്തിൽ മന്ത്രി K രാധാകൃഷ്ണൻ ഇടപെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. കോർപ്പറേഷൻ വായ്പയിൽ പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. തകഴി കുന്നുമയിലെ കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിനാണ് SC/ST കോർപ്പറേഷൻ നോട്ടീസ് അയച്ചത്. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ കോർപ്പറേഷൻ MDയോട് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കുവാനും മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ നല്ല മനസ്സിനുടമയ്ക്ക് നന്ദി.